ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ ആയാലും കുഴപ്പമില്ല കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചോറ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കണതാണ്. ഇത് റവയുടെ കൂടെ ഇട്ട് കൊടുക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് ഇഡ്ലി ബാറ്ററിന്റെ പാകത്തിന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ബാറ്റർ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത്ര തിക്നെസ് വേണം കേട്ടോ അരയ്ക്കുമ്പോൾ. ഈ മാവ് റസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇതിലേക്ക് സവാള, തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതൊക്കെ നുറുക്കി എടുക്കാനുണ്ട്. അതൊക്കെ നുറുക്കണ വരെ മാവ് നമുക്ക് മാറ്റി വെക്കാം. മാവിലിടാനായിട്ട് പകുതി തക്കാളി, പകുതി സവാള, പകുതി ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക്, വേപ്പില, കുറച്ച് മല്ലിയില ഇതൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് മാവിൽ ആഡ് ചെയ്യാം. മാവ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നുറുക്കി എടുത്തിട്ട് വരുമ്പോഴേക്ക് റവ നല്ലോണം സോഫ്റ്റ് ആവും ചെയ്യും. അതുപോലെ മാവിന് ഈ പാകം വേണം കേട്ടോ. ഉപ്പ് കറക്റ്റ് ആണോ നോക്കിക്കോളോ. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ചോറ് ചേർത്തിട്ട് അരച്ച കാരണം ദോശ വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് അതിൽ സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ആഡ് ചെയ്താൽ മതി. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ഒന്നും കൂടി എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ദോശയ്ക്ക് പൊടികളൊന്നും വേണ്ട കേട്ടോ. എനിക്കിനി വെള്ളം വേണ്ട, കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. നിങ്ങൾ ഇങ്ങനത്തെ പാനിലോ അല്ലെങ്കിൽ നമ്മൾ തവ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇട്ടൊന്ന് പറ്റിയാൽ മതി. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് മറിച്ചിടാം. അടിഭാഗം കൂടി വേവിച്ചെടുക്കാം. ഒരെണ്ണം റെഡിയായി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇഡ്ലി മാവും ദോശമാവും ഇല്ലാത്ത സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും ടൈമില്ല എന്നുള്ളപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.